അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു. ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തു ലാ തുറദ്ദു ദഅവതു, മൂന്ന് വിഭാഗം ആളുകൾ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്ന്. ഒന്ന്, അസ്സായിമു ഹത്താ യുഫ്തിറ, നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. അവൻ നോമ്പ് മുറിക്കുന്നത് വരെ ആ സമയത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളുകയില്ല. രണ്ടാമത്തത് വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ നേതാവ്. മൂന്നാമത്തത് വൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ട ആളുകൾ. ഈ മൂന്ന് വിഭാഗം ആളുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളുകയില്ല എന്നാണ് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിലെ ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. അത് അസ്സായിമു ഹത്താ യുഫ്തിറ. നമ്മൾ നോമ്പുകാരാണല്ലോ. നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന സ്വീകരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി തയ്യാറാണ്. കാരണം ഓരോ ദിവസം, ഇനി നമുക്ക് ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. റമദാനിന്റെ പകുതിയോളം നമ്മളിൽ നിന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കണം, ദഅവത്തുൻ മുസ്തജാബത്തുൻ കുല്ല യൗം, എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഇസ്തഇദ് ലഹ, അതിനുവേണ്ടി തയ്യാറാവണം. എങ്ങനെ തയ്യാറാവണം? ബിഖൽബിൻ ഹാദിരിൻ വലിസാനിൻ ദാകിർ. ഖൽബ്, നമ്മുടെ മനസ്സ് അതിലേക്ക് ചേർന്ന് നിൽക്കണം. നാവുകൾ ദിക്റിനാൽ നിറഞ്ഞു നിൽക്കണം. ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ്. നാവ് കൊണ്ട് മാത്രം ദിക്ർ ദുആകൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അശ്രദ്ധമായ പ്രാർത്ഥന അത് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ബിഖൽബിൻ ഹാദിർ, മനസ്സ് അവിടെ ഉണ്ടാവണം. ആ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ മനസ്സുണ്ടാവണം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ഉദ്ഉ ലിനഫ്സിക്, നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. വലി ഉമ്മതിക്, നിന്റെ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വലിൽ മുസ്തഅദിഫീന ഫിൽ അർദ്, ദുർബലരായിട്ടുള്ള ആളുകളുണ്ട് ഈ ഭൂമിയിൽ, അവർക്ക് വേണ്ടിയും നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഉറപ്പാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഖസ്സിസ് വഖ്തൻ ലിദുആ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം പ്രത്യേകമായി നമ്മൾ കണ്ടെത്തണം. കാരണം പ്രാർത്ഥന സ്വീകരിക്കുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ നമ്മളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല എന്നുള്ളത്. അതില് നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയം. അതൊരിക്കലും നമ്മൾ അശ്രദ്ധമായി ഇല്ലാതാക്കി കളയരുത്. ആ സമയം നമ്മൾ ദുനിയവിൽ നിന്നൊന്ന് മാറുക, നമ്മൾ ഇഹലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് നമ്മളൊന്ന് മാറുക. എന്നിട്ട് തഫറഗ് ലിമുനാജാത്തില്ലാ, അള്ളാഹുമായിക്കൊണ്ട് ആ രഹസ്യ സംഭാഷണം നടത്തുന്നതിൽ നീ വ്യാപൃതനാവുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്
നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയം, അതായത് മഗ്‌രിബ് ബാങ്കിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സമയം. ആ സമയം നമ്മൾ പ്രത്യേകമായി കണ്ടെത്തിക്കൊണ്ട് വേറൊന്നിലേക്കും നമ്മുടെ മനസ്സുകൾ പോകാതെ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഉണർത്താനുള്ള ഒരു സമയമാണ്. അള്ളാഹുമായി കൊണ്ട് സംസാരിക്കുന്ന ഒരു സമയമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന് ലിനഫ്സിക്, ഒന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തൊക്കെയാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇസ്അലില്ലാഹ അൽ ഹിദായ, ഹിദായത്ത് നിലനിർത്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഏത് നിമിഷവും നമ്മളിൽ നിന്ന് ഹിദായത്ത് നഷ്ടപ്പെടാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നത്, അല്ലാഹുമ്മ സബ്ബിത് ഖുലൂബി ഖൽബി അലാ ദീനിക, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ റബ്ബേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, റബ്ബേ നീ ഹിദായത്ത് നൽകിയതിനു ശേഷം നമ്മുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയല്ലെന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഹിദായത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അസ്സിബാത്ത്, അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഹിദായത്ത് നിലനിർത്തി തരാൻ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ സലാഹുദ്ദുരിയ്യ, നമ്മുടെ മക്കളുടെ വിഷയത്തിലും പ്രാർത്ഥിക്കണം. മക്കളെ സ്വാലിഹാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ വഹുസ്നുൽ ഖാത്തിമ, നല്ലൊരു പര്യവസാനത്തിന് വേണ്ടി, അതായത് മലക്കുകൾ വന്നുകൊണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മനഃശാന്തി ലഭിച്ച ആത്മാവെ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തി അടഞ്ഞവനായ നിലയിൽ, തൃപ്തി ലഭിക്കപ്പെട്ടവനായ നിലയിൽ നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങുക എന്ന ആ മലക്കുകളുടെ ആ ഒരു വിളി, അത് കേട്ടുകൊണ്ട് മരണപ്പെടുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന നല്ലൊരു മരണം, ഹുസ്നുൽ ഖാത്തിമ, നല്ലൊരു പര്യവസാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. രണ്ടാമതായിക്കൊണ്ട് ഉമ്മത്തിക്, നീ നിന്റെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥനകളാൽ നിന്റെ കൈകൾ ഉയർത്തണം റബ്ബിലേക്ക്. ലിൽ മുസ്തദ്അഫീന ഫി കുല്ലി മകാൻ, നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള പല സ്ഥലങ്ങളിലും ദുർബലരായിട്ടുള്ള, അടിച്ചമർത്തപ്പെടുന്ന ആളുകളുണ്ട്. ഇന്നിപ്പോ ഗൾഫ് കൺട്രീസിലെല്ലാം യുദ്ധമാണ്, യുദ്ധത്തിന്റെ ഭീതിയാണ്. അങ്ങനെ എല്ലാ നിലക്കും നമ്മുടെ ബന്ധുക്കളും പലരുമെല്ലാം അവിടെ പല ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ടാവും. അവരെല്ലാം പ്രയാസത്തിലാണ്. അവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ദുർബലരായിട്ടുള്ള, പീഡിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറെ പല സ്ഥലങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്, കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. അവർക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ, അവരുടെ ആ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഒന്ന്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നല്ലൊരു പര്യവസാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമതായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമതായിക്കൊണ്ട് പറയുന്നത് ലിമൻ തുഹിബ്ബ്, നീ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലാ തൻസ വാലിദൈക് വ ഇഖ്വാനക്, നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. വ ഇഖ്വാനിക്, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. വ അഹ്ലി ബൈതിക്, നിന്റെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. ഫദഅവത്തുൽ അഖി ലി അഖീഹി ബിളഹിരിൽ ഗൈബി മുസ്തജാബ, തന്റെ സഹോദരന്റെ അഭാവത്തിൽ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് അല്ലാഹു സ്വീകരിക്കുമെന്ന്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിക്കൊണ്ട് പറയുന്നത്, ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഐഖിൻ ബിൽ ഹിജാബ, ഉത്തരം ലഭിക്കുമെന്ന ദൃഢബോധ്യത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കണം. നീ പ്രാർത്ഥിക്കണം. വഅൻത മൂഖിനും ബില്ലാഹ്, അള്ളാഹുവിൽ നീ ദൃഢമായി വിശ്വസിക്കണം. സയുസ്തജീബ്, അള്ളാഹു ഇതിന് ഉത്തരം നൽകുമെന്ന്. അപ്പൊ ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടി ഉറച്ച വിശ്വാസത്തിലായിരിക്കണം നീ പ്രാർത്ഥിക്കേണ്ടത്. ഫൽ ഇസ്തജാബതു തഹ്താജു ഇലാ യഖീനിൻ മിനൽ ഖൽബ്, കാരണം പ്രാർത്ഥനക്ക്
ഉത്തരം ലഭിക്കുക എന്നതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് യഖീനു മിനൽ ഖൽബാണ്. നമ്മുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യമാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ റബ്ബ് സ്വീകരിക്കും. അതാണല്ലോ സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന സൂറത്ത് മറിയമിന്റെ ആദ്യത്തിൽ വിശദീകരിക്കുന്നു. വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ്യ. റബ്ബേ, ഞാൻ നിന്നോടുള്ള ദുആയിൽ ഒരിക്കലും നിർഭാഗ്യവാനല്ല. കാരണം പ്രായം വളരെ എത്തി, വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റം എത്തി, ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്തവളുമാണ്. എന്നിട്ടും റബ്ബിനോട് ചോദിക്കുന്നത് എനിക്കൊരു കുട്ടീനെ വേണം. അതാണ് ഉറച്ച വിശ്വാസത്തിൽ, ഉറച്ച ബോധ്യത്തിൽ നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അപ്പൊ ഈ പ്രാർത്ഥനകളെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഉത്തരം ലഭിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന വിഭാഗങ്ങളിൽ പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ, നോമ്പുകാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.